ഗോൾഡൻ ഡയമണ്ട്സ് എരമല്ലൂർ വടതല. 38 ലക്ഷം ചെലവിൽ നവീകരിച്ച കനാൽ ബണ്ട് റോഡ് ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. MLAയുടെ ആസ്തി വികസന ഫണ്ട് 38 ലക്ഷം രൂപ വിനിയോഗിച്ച് നവീകരിച്ച നാഗഞ്ചേരി നെല്ലിക്കുഴി ഇലവനാട് കനാൽ ബണ്ട് റോഡ് നാടിന് സമർപ്പിച്ചു. കോട്ടപ്പടി നെല്ലിക്കുഴി പഞ്ചായത്തുകളെയും കോതമംഗലം നഗരസഭയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് പ്രസ്തുത റോഡ്. തികച്ചും ഗ്രാമീണ മേഖലയിലൂടെ കടന്നു പോകുന്ന റോഡിലൂടെ നിരവധി ജനങ്ങളാണ് യാത്രയ്ക്കായി ഉപയോഗിക്കുന്നത്. റോഡിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രഞ്ജനി രവി അധ്യക്ഷത വഹിച്ചു. മുൻ പഞ്ചായത്ത് അംഗം CE നാസർ, ലോക്കൽ കമ്മിറ്റി അംഗം NP അസൈനാർ, PP പ്രേമൻ, അനൂപ് സുകുമാരൻ, സഹകരണ ബോർഡ് മെമ്പർ സൗമ്യ അനീഷ് എന്നിവർ സംസാരിച്ചു. വിദ്യാലയമാണ് മാമലക്കണ്ട സ്കൂൾ. പലപ്പോഴും എന്നോടൊക്കെ പല നിയമസഭാ അംഗങ്ങളും ചോദിക്കാറുണ്ട്, വെള്ളച്ചാട്ടം സ്വന്തമായുള്ള സ്കൂള് അത് MLAയുടെ മണ്ഡലത്തിലല്ലേ എന്നൊക്കെ. അപ്പോൾ അത്രയേറെ, പ്രത്യേകിച്ച് നമ്മുടെ ജംഗിൾ സവാരിയൊക്കെ ഇതിലെ നണ്ടത്തിൻ്റെയും പരിസര പ്രദേശങ്ങളുടെയും ഒക്കെ ടൂറിസം ലോകമാകെ പ്രസക്തമാണ്. അതിൽ അന്തരീക്ഷവും ഇതിൻ്റെ ചുറ്റുപാടുമെല്ലാം എടുത്തുകൊണ്ട് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അക്കാദമിക് രംഗത്തും മറ്റ് ഇതര പ്രവർത്തനങ്ങളിലുമൊക്കെ മാതൃകയായിട്ടുള്ള ഒരു വിദ്യാലയമാണ്. അതിന് തുടർന്നും എല്ലാവരുടെയും നല്ല സഹകരണവും പ്രസിഡന്റ് സൂചിപ്പിക്കേണ്ടത് അത് വളരെ അടിയന്തരമായി നമ്മൾ ചെയ്യേണ്ട ഒരു കാരണ സ്ഥാപനം എന്നുള്ള നിലയിലും സംസ്ഥാന ഗവൺമെൻറ് എന്നുള്ള നിലയിലുമൊക്കെ കൂടി ചേർന്നുള്ള ഏതായാലും ഇവിടെ ഇങ്ങനെയൊരു പ്രവർത്തനം സാധ്യമാക്കാൻ കഴിഞ്ഞ യഥാർത്ഥത്തിൽ ഒന്നിച്ച് തന്നെ 3-4 കോടി രൂപ അനുവദിപ്പിച്ചതുപോലെ ഏതാണ്ട് 97 സ്കൂളുകൾ നമ്മുടെ ഉപജില്ലയിലുണ്ട്. അതിൽ തന്നെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളുണ്ട്. അപ്പോൾ എല്ലാ സ്കൂളുകൾക്കും ഒരുമിച്ച് ഫണ്ട് അനുവദിക്കുന്നതിൻ്റെ 2 ഘട്ടങ്ങളായി ഈ നിർമ്മാണം പൂർത്തീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ അതിൻ്റെ 1ാം ഘട്ടം എന്നുള്ള നിലയിലാണ് 1 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള ഇപ്പോൾ നമ്മൾ ഈ സ്കൂൾ മന്ദിരം അതിൻ്റെ നിർമ്മാണം ആരംഭിക്കാൻ പോകുന്നത്. അപ്പോൾ സമയബന്ധിതമായി തന്നെ, അത് പ്രത്യേകമാണ്, സമയബന്ധിതമായി തന്നെ നമുക്ക് ഈ നിർമ്മാണം പൂർത്തീകരിക്കണം. അതിന് സ്കൂൾ അംഗങ്ങളും ഇവിടെ ഇതിൻ്റെ നമ്മുടെ നിർമ്മാണ ചുമതലയുടെ മേൽനോട്ടമുള്ള പൊതുമരാമത്ത് ബിൽഡിങ്സ് വിഭാഗവുമെല്ലാം പ്രത്യേകമായി ശ്രദ്ധിച്ചുകൊണ്ട് 1ാം ഘട്ട നിർമ്മാണം വളരെ സമയബന്ധിതമായി പൂർത്തീകരിച്ച് തുടർ പ്രവർത്തനങ്ങളുമായി നമുക്ക് മുന്നോട്ട്. സ്കൂളിൻ്റെ അവിടെ ഫ്രണ്ടിലെ ചുറ്റുമതിൽ നമ്മൾ നിർമ്മിച്ചിരുന്നു. ICT ഉപകരണങ്ങൾ, ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള ഇത്തരം സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കിയിരുന്നു. അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു സ്കൂൾ എന്നുള്ള നിലയിൽ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതികൾ, കഴിഞ്ഞ ഭരണസമിതിയും ഇപ്പോഴാണെങ്കിൽ പുതിയ ഭരണസമിതി അടക്കം ജില്ലാ പഞ്ചായത്ത് ഭരണസമിതികളും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള നിരവധിയായിട്ടുള്ള ഇടപെടലുകൾ ഇവിടെ മാമലക്കണ്ട സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കിപ്പോൾ നടപ്പാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ജോലി ചെയ്യാൻ വരുന്ന അധ്യാപകരെ സംബന്ധിച്ചും മറ്റ് സ്റ്റാഫുകളെ സംബന്ധിച്ചുമൊക്കെ അവർ വിദൂര പ്രദേശങ്ങളിൽ നിന്ന് ആണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്കും അതിനുതകുന്നൊരു സൗകര്യം നമുക്കിവിടെ ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. പലപ്പോഴും ഇവിടെ നേരത്തെയൊക്കെ നമ്മൾ കണ്ടിരുന്ന ഒരു പ്രശ്നം, ഇവിടെ ഇങ്ങോട്ട് വരാൻ ആരും താല്പര്യപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, മാമലക്കണ്ട സ്കൂളിലേക്ക് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ എത്രയും വേഗം ഇവിടെ നിന്ന് പുറത്തു ചാടി പോകാനാണ് പലരും ആഗ്രഹിച്ചിരുന്നത്. ഏതായാലും പ്രിയപ്പെട്ട ടീച്ചർ വയനാട്ടിൽ നിന്ന് ഇവിടെ എത്തിയതിൽ പ്രത്യേകിച്ച് MLA എന്നുള്ള നിലയിലുള്ള ഒരു നന്ദി കൂടി ഞാൻ രേഖപ്പെടുത്തുകയാണ്. നമുക്ക് എല്ലാവർക്കും ചേർന്നുകൊണ്ട് ഇപ്പോൾ നമ്മളൊരു ആദ്യഘട്ടം എന്നുള്ള നിലയിലാണ് കോതമംഗലത്തെ സംബന്ധിച്ച് കഴിഞ്ഞ 10 വർഷക്കാലം കോതമംഗലത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ 2016 ഞാൻ ആദ്യം സൂചിപ്പിച്ചു, വിദ്യാർത്ഥി സംഘടനാ രംഗത്തു നിന്നുമാണ് ഞാൻ ഈ MLA എന്നുള്ള നിലയിലേക്ക് എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോതമംഗലത്തെ MLA ആയി പ്രവർത്തിക്കാൻ ജനങ്ങൾ അവസരം നൽകിയപ്പോൾ ഞങ്ങൾ ആദ്യം തീരുമാനിച്ചത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് മുഖ്യ പരിഗണന കൊടുക്കണമെന്നുള്ളതാണ്. അങ്ങനെയാണ് കൈറ്റ് വിദ്യാഭ്യാസ പദ്ധതി കോതമംഗലത്ത് രൂപപ്പെടുന്നത്. പിന്നീട് കേരളത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായൊരു പദ്ധതി, പ്രീ സ്കൂളുകൾ ഉൾപ്പെടെ ഹൈടെക്കായി മാറുന്ന നിലയിൽ ആ കൈറ്റ് വിദ്യാഭ്യാസ പദ്ധതി മാറുകയുണ്ടായി. അതോടൊപ്പം തന്നെയാണ് ഇന്ന് 10 വർഷക്കാലം എത്തി നിൽക്കുമ്പോൾ എനിക്ക് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും, ഏതാണ്ട് 27ഓളം വരുന്ന സ്കൂൾ മന്ദിരങ്ങളാണ് 5 കോടിയും 3 കോടിയും 1.5 കോടിയും 1 കോടിയും ഒക്കെ ചെലവഴിച്ചുകൊണ്ട് നമ്മുടെ മണ്ഡലത്തിൽ പൂർത്തിയാക്കാൻ പോകുന്നത്. ഇവിടെ കഴിഞ്ഞ ബഡ്ജറ്റിലാണ് 11 സ്കൂളുകൾക്കാണ്. ഇവിടെ മാമലക്കണ്ടം സ്കൂൾ മുതൽ മണ്ഡലത്തിൻ്റെ വിവിധ പഞ്ചായത്ത് മുനിസിപ്പൽ പ്രദേശങ്ങളിലുള്ള 11 സ്കൂളുകൾക്കാണ് ആദ്യഘട്ടം എന്നുള്ള നിലയിൽ സംസ്ഥാന ബഡ്ജറ്റിൽ നമ്മുടെ നിർദ്ദേശപ്രകാരം 1 കോടി രൂപ വീതം ഹൈടെക് സ്കൂൾ HM അടക്കം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ, എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് തന്നെ MLAയും അതുപോലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ നമ്മുടെ ഈ ഒരു നാടിൻ്റെ ആവശ്യങ്ങളെല്ലാം ഇവിടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ ആദ്യമായിട്ടാണ് വന്നത്. അപ്പോൾ ഇതിനു മുമ്പ് അതെ ഇതിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളടക്കം നമ്മൾ ഇവിടെ വന്ന് കുറേ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾക്ക് ഇവിടെ പ്രസിഡന്റ് നേരിട്ട് ബോധ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ ഈ നാടിൻ്റെ പ്രതീക്ഷയ്ക്ക് നമ്മുടെ ഈ സ്കൂളിനെ ഉയർത്തിക്കൊണ്ട് വരുവാൻ വേണ്ടിയിട്ട് നമ്മുടെ
സംസ്ഥാന സർക്കാരും അതുപോലെ ജില്ലാ പഞ്ചായത്തും ഒക്കെ ഒന്നിച്ചു നിൽക്കുമെന്ന് ഞാൻ ഈ അവസരത്തിൽ ഇവരെല്ലാവരും പറയുകയുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷയ്ക്കൊത്ത് നമ്മൾക്ക് ഈ മരുന്ന്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.